ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള നിയമസഭയുടെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ യാതൊരു അത്ഭുതവുമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തവണ കോട്ടയത്ത് വീണ്ടും മത്സരിക്കുന്നുണ്ട്. സിറ്റിംഗ് MLA-മാർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കുന്നുണ്ട്. തിരുവഞ്ചൂരിന് സീറ്റുണ്ട്, അദ്ദേഹം മത്സരിക്കും. കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി CPM നേതാവും ടെലിവിഷൻ ചർച്ചകളിൽ നിത്യസാന്നിധ്യവുമായ അനിൽകുമാറായിരിക്കും. അനിൽകുമാറും തിരുവഞ്ചൂരും തമ്മിൽ മത്സരിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ല. തീർച്ചയായിട്ടും തിരുവഞ്ചൂർ വിജയിക്കും, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതിനെ തുടർന്ന് അദ്ദേഹം കേരള നിയമസഭയിൽ വീണ്ടും MLA ആകും എന്നല്ല, ഇത്തവണ UDF-ന് ഭൂരിപക്ഷം കിട്ടും. അപ്പോൾ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതാണ്. ഏറ്റവും സീനിയറായ ഒരാൾ എന്നുള്ള നിലയ്ക്ക് മന്ത്രിസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുന്നത് ഉചിതമായിരിക്കില്ല. കാരണം അദ്ദേഹത്തെക്കാൾ ജൂനിയറായിട്ടുള്ള രമേശ് ചെന്നിത്തലയോ VD സതീശനോ ആയിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ സന്ദർഭത്തിൽ അദ്ദേഹം അവരുടെ കീഴിൽ ഒരു വെറും മന്ത്രിയായിരിക്കുന്നത് ഉചിതമല്ല. നേരത്തെ 2 തവണ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലാണ് ഇദ്ദേഹം അംഗമായിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന സമയത്ത് 2 തവണയും കഴിവ് തെളിയിച്ച ഒരു മന്ത്രിയായിരുന്നു. കേരളത്തിൽ PT ചാക്കോയ്ക്ക് ശേഷം ഏറ്റവും പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു എന്നുള്ള കാര്യം നിർമ്മത്സര ബുദ്ധികളായ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഞാനും അത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം പോലീസുകാർക്ക് പരമാവധി പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തു. അതേ സമയത്ത് തന്നെ ഒരുമാതിരി സത്യസന്ധരായ ആളുകളെ, കാര്യപ്രാപ്തിയുള്ള ആളുകളെ താക്കോൽ സ്ഥാനത്ത് ഇരുത്താനും അദ്ദേഹം താല്പര്യം കാണിച്ചു. രാഷ്ട്രീയമായ ഇടപെടൽ വളരെ കുറവായിരുന്നു. അതുപോലെ പോലീസുകാർ അതിക്രമം ചെയ്യുന്നത് ഒരിക്കലും അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തില്ല. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം പൊതുവെ ക്രമസമാധാന പരിപാലന രംഗത്ത് മെച്ചപ്പെട്ട ഒരു നിലയിലെത്തിയത്. പക്ഷേ ആ ഒരു പോയിൻ്റ് ക്യാഷ് ചെയ്യാനായിട്ട് ഉമ്മൻചാണ്ടി പോലും ശ്രമിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. അത് വേറെ ഉൾപ്പാർട്ടി രഹസ്യങ്ങൾ അതിൻ്റെ അകത്ത് അന്തർഭവിച്ചിട്ടുണ്ട്. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അതിന് എനിക്ക് പ്രവചനപരമുള്ളതുകൊണ്ടല്ല, കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സാമാന്യ ജ്ഞാനമുള്ള ആർക്കും ഇതുപോലൊരു പ്രവചനം നടത്താവുന്നേ ഉള്ളൂ. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് മത്സരിച്ചാൽ വിജയിക്കും. എതിർ സ്ഥാനാർത്ഥി അനിൽകുമാറാണെങ്കിൽ വലിയ ഭൂരിപക്ഷം കിട്ടും. ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം സ്വീകരിക്കാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായിട്ടുള്ള ആളുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ അദ്ദേഹത്തിന് ഏറ്റെടുക്കാവുന്ന ഒരു പദവി എന്താണ്? ഞാൻ അന്ന് അതും പറഞ്ഞിരുന്നു, അദ്ദേഹം നിയമസഭയുടെ സ്പീക്കറാവും എന്നാണ്. ഇപ്പോൾ അത് സത്യമായി ഭവിച്ചിരിക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള നിയമസഭയുടെ സ്പീക്കറായിട്ട് വരുമ്പോൾ നിയമസഭാ സ്പീക്കർമാരിൽ പ്രഗത്ഭരായ ഒരുപാട് പേര് ഇതിനു മുമ്പുണ്ടായിട്ട്. തിരുക്കൊച്ചി നിയമസഭയിൽ പണ്ട് TM വർഗീസ് സാറുണ്ടായിരുന്നു, KP നീലകണ്ഠപിള്ള ഉണ്ടായിരുന്നു. കേരള നിയമസഭയിൽ പ്രഗത്ഭനായ AP കുര്യൻ, VM സുധീരൻ, അതുപോലെ G കാർത്തികേയൻ, വർക്കല രാധാകൃഷ്ണൻ, ഇങ്ങനെ ഗടാഗടിയന്മാരായിട്ടുള്ള പല സ്പീക്കർമാരുണ്ടായിരുന്നു. സത്യസന്ധമായിട്ടും നീതിപൂർവമായിട്ടും പെരുമാറിയ, പ്രതിപക്ഷത്തിൻ്റെ പോലും ആദരവ് പിടിച്ചു പറ്റിയവരായിരുന്നു ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആളുകൾ. അങ്ങനെ അല്ലാത്ത ആളുകളുണ്ടായിരുന്നു. ഞാനിപ്പോൾ അവരുടെ പേര് പറഞ്ഞ് അവരെ വഷളന്മാരാക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പേര് പറയാത്ത ആളുകളൊക്കെ ഏതാണ്ട് ആ വിവാദത്തിൽപ്പെട്ടവരാണ് എന്ന് വിചാരിച്ചു. പലപ്പോഴും ഭരണകക്ഷിയുടെ വാലായിട്ട് പ്രവർത്തിക്കുന്ന സ്പീക്കർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ പോലും ശാസിക്കുന്ന സ്പീക്കർമാരുണ്ടായിട്ട്. പണ്ട് കേരള നിയമസഭാ സ്പീക്കറായിരുന്ന ഒരു പൂമാൻ നിയമസഭാ മന്ദിരത്തിലെ ഒരു ലിഫ്റ്റ് അദ്ദേഹത്തിന് മാത്രമായിട്ട് റിസർവ് ചെയ്ത സംഭവം ഉണ്ടായിട്ട്. ആ ലിഫ്റ്റിൽ വേറെ ആരെങ്കിലും കയറിയാൽ പുള്ളിക്ക് മേലാസകലം വിറ വരുമായിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി ഈ വിവരം അറിയാതെ ഒരു ദിവസം ആ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഈ ഉഗ്രപ്രതാപിയായ സ്പീക്കർ അദ്ദേഹത്തെ ഭയാനകമായിട്ട് ശാസിക്കുകയും അതേ തുടർന്ന് ആ മന്ത്രി പിന്നീട് ആ ലിഫ്റ്റിൻ്റെ പരിസരത്തേക്ക് പോലും പോകാതിരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരാക്രമികളായ അല്ലെങ്കിൽ അലവലാദികളും സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നുണ്ട്. ചില സ്പീക്കർമാരൊക്കെ റൂളിംഗ് കൊടുക്കാൻ അറിയാൻ പാടാത്തതുകൊണ്ട് ആ ജോലി പൂർണ്ണമായിട്ടും ലെജിസ്ലേച്ചർ സെക്രട്ടറി ഏൽപ്പിച്ച ചരിത്രവുമുണ്ട്. അവരുടെയും പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുത്തില്ല. ഏതായാലും തിരുവഞ്ചൂർ ആ വിഭാഗത്തിൽപ്പെട്ട ആളാകുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ ആ ഒരു മേന്മ എന്ന് പറയുന്നത് വിനയമാണ്. വിനയവും നയവുമാണ് തിരുവഞ്ചൂരിനെ തിരുവഞ്ചൂരാക്കുന്നത്. ഒരു സ്പീക്കർക്ക് വേണ്ട ഏറ്റവും വലിയ യോഗ്യത അത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ലോക്സഭയിൽ തന്നെ നോക്കിയാൽ മതി. വളരെ പ്രക്ഷുബ്ധമായിരുന്ന ഒരു കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്ന PS സാങ്മയായിരുന്നു ലോക്സഭാ സ്പീക്കർ. അതായത് നമ്മുടെ ദേവഗൗഡയുടെയൊക്കെ ഭരണകാലത്ത് 3 മന്ത്രിസഭകൾ ആ സമയത്തുണ്ട്.
ആദ്യം വാജ്പേയിയുടെ 13 ദിവസ ഗവൺമെൻറ്, പിന്നീട് ദേവഗൗഡയുടെ മന്ത്രിസഭ, അതിനുശേഷം ഗുജറാളിൻ്റെ മന്ത്രിസഭ. ചെറിയൊരു പീരീഡാണ് 2 വർഷത്തോളം. ആ സമയത്ത് അങ്ങേയറ്റം സ്തുത്യർഹമായ രീതിയിൽ ഈ സഭാ നടപടികളെ നിയന്ത്രിച്ചിരുന്നത് സാങ്മയാണ്. സാങ്മ വലിയ പണ്ഡിതനൊന്നും ആയിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് നന്നായിട്ട് ചിരിക്കാൻ അറിയാമായിരുന്നു. അദ്ദേഹം വെളുക്ക ചിരിക്കുകയും സാർ 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 എന്ന് വിളിച്ച് ആളുകളെ സംതൃപ്തരാക്കുകയും സന്തോഷിപ്പിക്കുകയും ഈ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയെ മറികടക്കുകയും ചെയ്തു. അതിനുശേഷം വന്ന് GMC ബാലയോഗി എന്ന് പറഞ്ഞ അതിനു മുമ്പ് കേൾപ്പോരും കേൾവിയില്ലാത്ത ഒരു മെമ്പറായിരുന്നു. അദ്ദേഹം തെലുങ്ക് ദേശം പാർട്ടിയുടെ അംഗമായിരുന്നു എന്നും അതല്ല അമലാനഗർ എന്നോ മറ്റോ പേരുള്ള ഒരു സ്ഥലത്തു നിന്നാണ് പുള്ളി ജയിച്ചത്. അതായത് തെലുങ്ക് ദേശം പാർട്ടിയിൽ യോഗ്യന്മാരായ ആരെങ്കിലും പേര് സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടുത്താൽ അവർ പിന്നീട് പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി തനിക്ക് വേല വയ്ക്കും എന്ന് തോന്നിയുകൊണ്ടാണ് തീരെ അപ്രസക്തൻ എന്ന് തോന്നിച്ച ബാലയോഗിയെ നമ്മുടെ നായിഡു സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. അങ്ങനെ ബാലയോഗി സ്പീക്കറായി. ബാലയോഗി ചെയ്ത് ഇത് തന്നെയാണ്. ശരിക്കും ഈ സാങ്മ ചെയ്ത അതേ വിദ്യ തന്നെയാണ് പുള്ളിയും ചെയ്തത്. പിന്നെ ബാലയോഗി സാങ്മയുടെ അത്ര നന്നായിട്ട് വിടർന്ന് ചിരിച്ചിരുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഒരു സ്പീക്കറാകാൻ വേണ്ട മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഈ നയവും സംയമനവുമാണ്. നേരെ മറിച്ച് മഹാപണ്ഡിതനും വലിയ പാർലമെൻറ്റേറിയനുമായിരുന്നു സോംനാഥ് ചാറ്റർജി. അദ്ദേഹത്തെ പോലെ ബോർണായ ഒരു സ്പീക്കർ ലോക്സഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഭരണഘടനാ വിദഗ്ധനാണ്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിരുന്നു. വലിയ പാർലമെൻറ്റേറിയനായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ എടുത്ത അമ്മാനം അടിയുന്ന വ്യക്തിയാണ്. പക്ഷേ എന്താ വിശേഷം? അദ്ദേഹം ഭരണപക്ഷക്കാരോടും പ്രതിപക്ഷക്കാരോടും സ്വന്തം പാർട്ടിക്കാരായ CPM-കാരോടും വരെ കലഹിച്ചുകൊണ്ടേ ഇരുന്ന ആളാണ്. സെബാസ്റ്റ്യൻ പോളിനോട് ചോദിച്ചാൽ പറയും, അല്ലെങ്കിൽ സുരേഷ് കുറുപ്പിനോട് ചോദിച്ചാൽ പറയും, കുറുപ്പ് ഈ സോംനാഥ് ചാറ്റർജി സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം മലയാളം വാരികയിൽ ഒരു ലേഖനം എഴുതി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിൽ അദ്ദേഹം ഈ ചാറ്റർജിയെ ചെമ്മീൻ സിനിമയിലെ ചെമ്പൻകുഞ്ഞിനോടാണ് ഉപമിച്ചത് എന്ന് പറഞ്ഞാൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ലോക്സഭയിൽ ഒരു ചെമ്പൻകുഞ്ഞായിരുന്നു സോംനാഥ് ചാറ്റർജി. അപ്പോൾ അതുപോലെ ഒന്നും തിരുവഞ്ചൂർ ആകുകയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന് ചാറ്റർജിയെ പോലെ വാഗ്ദാടിയോ അല്ലെങ്കിൽ ഭരണഘടനാപരമായ അറിവൊന്നുമില്ല. കാര്യം BA BL ഒക്കെ ഏതോ കാലത്ത് പാസ്സായിട്ടുണ്ടെങ്കിലും കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് പോകുന്ന ഭാഗത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു വക്കീലാഫീസും ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അങ്ങനെ ഒരു വലിയ ദുരന്തരനായിട്ട് അറിയപ്പെടുന്ന ആളല്ല. ഇനി ഉള്ള പാണ്ഡിത്യം തന്നെ അദ്ദേഹം പ്രയോഗിക്കാനും സാധ്യതയില്ല. കാര്യങ്ങൾ മാന്യമായിട്ടും മിതമായിട്ടും സംയമനത്തോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തിരുവഞ്ചൂരിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിന് സാധിക്കട്ടെ, തുടർന്നും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.